അതിനകത്ത് ആ പറഞ്ഞ ഡയലോഗ് ഒന്ന് നമുക്ക് വേണ്ടി പറയോ? ഞാൻ മാത്രം തമ്മ കറുപ്പായി പോയത്, 2 ദിവസം മുന്നോട്ട് ടി വിയിലുണ്ടായിരുന്നു. അപ്പോഴും കൂടി ആലോചിച്ചായിരുന്നു ഈ പയ്യൻ എവിടെയായിരുന്നു, ഈ പയ്യൻ എന്തായി ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് എന്നോട് പറഞ്ഞു. ഇപ്പൊ ആളായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരിക്കലും സീനിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ചേച്ചിമാരെ ചേർത്തേക്കും, ഞാൻ നൈസായിട്ട് പോയിട്ട് മുട്ടി നിൽക്കുക ചെയ്യണേ. ശരിയാ, സത്യത്തില് എന്റെ മക്കൾ. അതെ. അവിടുന്ന് ശ്രീനങ്ങളാണ് നമ്മളെ കഥ പറയുമ്പോഴേക്ക് ഡയറക്റ്റ് വിളിച്ചത്. അതിനകത്തുനിന്ന് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ശ്രീനിവാസൻ സാറ് പിന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. എന്ത് പ്രായം അമലിന് ആ സമയത്ത്? ഞാനന്ന് 5-6 പഠിക്കുന്നത്. മണിച്ചേട്ടൻ്റെ ചെറുപ്പമായിട്ട് ബ്ലാക്ക് സ്റ്റാലി എന്ന് പറഞ്ഞ ഫിലിം അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പശുപതി ഞങ്ങളുടെ മോനായിട്ട് അഭിനയിച്ചു. അതുകൂടാണ്ട് ചെറുപ്പമായിട്ട് നമ്പർ 66 മധുര ബസ് എന്ന് പറഞ്ഞൊരു ഫിലിമിൽ. എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഗസ്റ്റിനെ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഒന്നുകൂടൊന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട്. കാര്യം ആൾ വലുതായെങ്കിലും മുഖത്തിന് അങ്ങനെ വലിയ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആളുടെ കഥ പറയുമ്പോൾ സിനിമയിലെ റോളാണ്. നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ മോനായിട്ട് അഭിനയിച്ച കുഞ്ഞിക്കുട്ടി വലുതായി ഇപ്പോൾ ഒരു വലിയ ചെറുക്കനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈയോടിങ്ങി കൊണ്ടുവന്നു. സോ ലെറ്റ് മീ വെൽക്കം അമൽ. എന്തൊക്കെയുണ്ട് അമൽ വിശേഷം? നല്ല ശേഷം സുഖമായിട്ടിരിക്കുന്നു. പെട്ടെന്ന് ഇപ്പോഴാണോ അന്നത്തെ ആ ഒരു സിനിമയ്ക്ക് ശേഷം, ആ ഒരു ചൈൽഡ്ഹുഡിന് ശേഷം പെട്ടെന്നൊരു ബൂസ്റ്റപ്പ് ആയത്, ഒരു റീലൊക്കെ വൈറലായി? അതെ, സത്യം പറഞ്ഞതാണ്. വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ സംഭവം എന്നുള്ളത്. അതും അറിയാണ്ട് തന്നെ എന്നെ കളിയാക്കാവുന്ന രീതിയിലുള്ള കൂട്ടുകാരായിട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. കളിയാക്കാന്ന് മീൻസ് എനിക്ക് സത്യം പറയാന്ന് വെച്ചാൽ കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അവരിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറയും. അത് പറയുമ്പോൾ എനിക്കൊരു ചമ്മലുണ്ട്, എന്നാ സന്തോഷമുണ്ട്. അത് അങ്ങനെ പുറത്തറിയാൻ പറ്റില്ലല്ലോ. ഉള്ളിൽ സംഭവം പണ്ടെങ്ങോ ചെയ്തിട്ടുള്ള ഒരു ഇതായതുകൊണ്ട്. അപ്പോൾ അവിടെ ജോലിയുടെ ഭാഗമായിട്ട് പോയതാണ് ആക്ച്വലി. അപ്പോൾ അവിടെ കൂട്ടുകാരിങ്ങനെ തന്നെ എന്നൊന്ന് എയറിൽ കയറ്റാൻ തുടങ്ങിയപ്പോൾ മൂപ്പരൊന്ന് വീഡിയോ എടുത്തതാ. പക്ഷെ അത് എയർ കയറ്റിയില്ല, സംഭവം നല്ല രീതിയിൽ. അത് അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് സംഭവം ഒരു ദിവസം ഓർക്കണീറ്റ് ഇൻസ്റ്റാഗ്രാം സാധാരണ പോലെ തുറന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. പെട്ടെന്നൊരു മാറ്റം. അതെ, പെട്ടെന്നൊരു മാറ്റം. ഓക്കെ, നമുക്ക് അമലിന്റെ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ വരാൻ. കാര്യം നമ്മൾ അന്ന് കണ്ടതല്ലേ, നമുക്ക് അറിഞ്ഞൂടല്ലോ. വേറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അന്ന് മറ്റേ കഥ പറയുമ്പോൾ അഭിനയിച്ച ടൈമിൽ പ്രമോഷൻ പോലെ ആയിട്ട് കുഞ്ഞുകുട്ടിയായിരുന്നു. അപ്പൊ നമ്മൾ അമലിനെ കിട്ടാത്തതുകൊണ്ട് തന്നെ അമലിന്റെ ഫുൾ വിശേഷങ്ങളും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. എവിടെയാണ് അമലിന്റെ സ്ഥലം? എൻ്റെ ഇവിടെ തൃശ്ശൂർ. ആരൊക്കെ ഉണ്ട് വീട്ടില്? അച്ഛൻ, അമ്മ, ചേട്ടൻ. നിങ്ങൾ മാത്രമേ ഒരു കുഞ്ഞി പപ്പി. എന്താ അമലിപ്പോ ചെയ്യുന്നേ? ഞാനിപ്പോ ആക്ച്വലി വർക്ക് ചെയ്യാണ് ഒരു NBFC അക്കൗണ്ട്സില്. ആക്ടിങ് ആയിരുന്നു കുഞ്ഞിലെ തൊട്ടേ അപ്പം ഇഷ്ടം? എനിക്ക് സത്യം പറയാൻ ഇതൊക്കെ ഭാഗ്യത്തിന് വന്നതാണെന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞു മൊത്തത്തിലൊരു നാണക്കാരൻ പേഴ്സണാണ്, ഇൻട്രോവേർട്ട് ആണ്. സംസാരിച്ചു അത് മാറും. പക്ഷെ തുടക്കം ഒരു ബുദ്ധിമുട്ടുണ്ട്. ഫസ്റ്റ് എൻ്റെ ഫിലിം തകരച്ചണ്ട എന്ന് പറഞ്ഞുള്ളൊരു ഫിലിമായിരുന്നു. അതിൽ ഞാനുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്, പിന്നെ എൻ്റെ അമൽ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, പിന്നെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഒക്കെ വീടിൻ്റെ അടുത്ത്. അല്ല, സ്കൂൾ ഓഫ് ഡ്രാമയുടെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ വിജേഷ് എന്ന് പറഞ്ഞ വിജീഷ് ചേട്ടനുണ്ട്. അപ്പൊ നമുക്ക് ഈ വെക്കേഷൻ ടൈം ആകുമ്പോൾ അച്ഛനമ്മ നൈസായിട്ട് കൊണ്ട് അവിടെ ക്യാമ്പിൽ കൊണ്ടുവിടും. പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഈ ഫിലിമിൻ്റെ എന്തോ എൻക്വയറിക്ക് അവിടെ വന്നപ്പോൾ വിജീഷ് ചേട്ടനാണ് നമ്മളെല്ലാവരും. അവിടെ എത്തിയപ്പോഴാണ് ശ്രീനങ്ങളാണ് പടത്തിൽ. ശ്രീനങ്ങളുണ്ട്, ശ്രീനിവാസൻ. അപ്പോൾ അവിടുന്ന് ശ്രീനങ്ങളാണ് നമ്മളെ കഥ പറയുമ്പോഴേക്ക് ഡയറക്റ്റ് വിളിച്ചത്. അതിനകത്തുനിന്ന് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ശ്രീനിവാസൻ സാറ് പിന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. അത് ഭയങ്കര കൊള്ളാലോ. ഒരു വർഷം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു വിളിച്ചു. എന്ത് പ്രായം അമലിന് ആ സമയത്ത്? ഞാനന്ന് 5-6 പഠിക്കുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോഴത്തെ പ്രായം ചോദിക്കരുത്, നേരത്തെ പറഞ്ഞ ഞാനത് ചോദിക്കുന്നില്ല. പക്ഷെ 6ാം ക്ലാസ്സിൽ നിന്ന് ഇപ്പോഴത്തേക്ക് എന്തായാലും അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ട്രോളുകൾ വന്നായിരുന്നു, 1-2 ട്രോളുകൾ വന്നായിരുന്നു. ഞാൻ ഈ സത്യം പറഞ്ഞ പ്രായം പറയാത്ത ആളായതുകൊണ്ട് അടുത്ത ട്രോളില് 18 വർഷം കൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞാൻ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓഫീസിലേറായി, കൂട്ടുകാർക്കിടയിലേറായി, എല്ലാവർക്കും മനസ്സിലായി പ്രായമായി. ശരിയാ. എന്നിട്ടാ ഇപ്പൊ പിന്നെ പറയാതിരിക്കുന്നത്? ഓൾറെഡി അറിഞ്ഞില്ല എല്ലാവരും. 18 വർഷം പോസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞു. എന്നിട്ട് എന്നോട് പ്രായം ചോദിക്കരുത് ഞാൻ പറയത്തില്ല. 28 വയസ്സ്.
കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. 28 വയസ്സ് കഴിഞ്ഞു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പം നമ്മൾ സിനിമയിൽ തകർത്ത് വേഷം അഭിനയിച്ചത്. ഇപ്പൊ 28 വയസ്സായി നിൽക്കുന്നു. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് ഇത് ആൾക്കാർ കുത്തിപ്പൊക്കി ആ ഒരു വീഡിയോ ഒക്കെ വന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു 1-2 ഫിലിം റിലേറ്റഡ് പേജസ് ഒക്കെ ഇപ്പൊ അത് പോസ്റ്റ് കിട്ടും തോന്നുന്നു. കാലത്ത് വരുമ്പോ ഒരു കൊളാബ് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പം കുറെ പേര് ഇപ്പൊ അത് നോട്ടീസ് ചെയ്ത് അത് പൊക്കി കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ എന്താ തോന്നുന്നത് മനസ്സിൽ? സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല സംഭവം. ഞാൻ അങ്ങനെ ഒരു പ്രൈവറ്റ് പോലെ കൊണ്ടുവരുന്നത്, പക്ഷേ ഞാനത് ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം കുറച്ച് മെസ്സേജസ് ഇവർക്കൊക്കെ എനിക്ക് റീപ്ലൈ കൊടുക്കുമ്പോൾ ഇവരെപ്പോഴും പറയണത് എൻ്റെ ഓർമ്മയില്ല, ആ ഫിലിമിലൊന്നും എൻ്റെ ഫേസ് ആർക്കും ഓർമ്മയില്ല എന്നാണ്. പക്ഷെ എല്ലാവരും ഇപ്പോഴും ഫേവറേറ്റ് ആണ്. അങ്ങനെയാണ് ബ്രോ, എന്താണ് ഇപ്പോൾ എന്ത് വീണ്ടും അങ്ങനെ. ഞാൻ എല്ലാ മെസ്സേജിനും റീപ്ലൈ കൊടുക്കാമെന്നിരുന്നു. സന്തോഷം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര വലുതായി, എന്തായാലും കാര്യം അല്ല ആരും ശ്രദ്ധിക്കുന്നെന്ന് ഉറപ്പില്ല. കുറച്ചു കാലം വരെ പെട്ടെന്ന് മനസ്സിലാക്കിയായിരുന്നു. ഇപ്പൊ ആൾക്കാർക്ക് മറ്റേ കാണുമ്പോ എവിടെയോ എന്നുള്ളൊരു സാധനമുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട്. ഇവരാരെടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഒരു ദിവസം എനിക്ക് മെസ്സേജ് വന്നു, എന്തുകൊണ്ട് പറഞ്ഞില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് ഇവിടെ ഉള്ളവരല്ല, ഒരാൾ വന്നിട്ട് പറഞ്ഞു അന്ന് വേറെ രാജ്യത്ത് നിന്ന് കൂട്ടുകാര് ഒക്കെ മലയാളികൾ തന്നെയാണ്. അപ്പം അതിന്റെ അതുകൊണ്ട് പക്ഷെ കുറെ പേര് അത്രയും സന്തോഷം എല്ലാവർക്കും കാണുമ്പോൾ എന്തായാലും അടുത്ത കൂട്ടുകാർക്കൊക്കെ എടാ നീ ആയിരുന്നു എന്നുള്ളൊരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ. വന്ന മെസ്സേജുകളിൽ ഏറ്റവും ഭയങ്കര സന്തോഷം തോന്നിയ മെസ്സേജ് ഏതാ? ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു എന്നോട്. ഞാനത് അതേപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയുണ്ട്, ചാറ്റിംഗ് ഉണ്ട്, പക്ഷെ ആൾക്കറിയില്ല. ആള് പരാതി ഒന്നും പറഞ്ഞില്ല. നേരിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആളാന്ന് പറഞ്ഞു. ഐ മീൻ പടം എപ്പോഴും ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ടോ 2 ദിവസം മുന്നേ TV ഉണ്ടായിരുന്നു. അപ്പോഴും കൂടി ആലോചിച്ചായിരുന്നു ഈ എല്ലാവരും. ഇപ്പൊ രേവതി ചേച്ചി ആണെങ്കിലും ഷെഫിന ചേച്ചി ആണെങ്കിലും അത്യാവശ്യം ഇതായിട്ടുണ്ട്. ഈ പയ്യൻ എവിടെയായിരുന്നു, ഈ പയ്യൻ എന്തായി ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് എന്നോട് പറഞ്ഞു. ഇപ്പൊ ആളായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. അപ്പൊ അതുകൊണ്ട് അമലിനും ഹാപ്പിയായി. വീട്ടുകാരൊക്കെ അറിഞ്ഞോ ഇങ്ങനെ ഇപ്പൊ പെട്ടെന്ന്? ഞാൻ പറഞ്ഞിട്ടല്ല, അച്ഛനമ്മ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവര് സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല, ആക്റ്റീവ് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 1-2 ദിവസം എടുത്തു ഞാനത് അതിലേക്കൊന്ന് വരാനായിട്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്നെ പറഞ്ഞു, അറിഞ്ഞില്ലേ മോൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് അറിയിച്ചു. അവരും ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവൂലേ? അച്ഛനും ഭയങ്കര സന്തോഷമാണ്, ചേട്ടനൊക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കഥ പറയുമ്പോൾ അല്ലാതെ എത്ര സിനിമാസ് മൊത്തത്തിൽ അമൽ ചെയ്തിട്ടുണ്ട്? നമുക്കൊക്കെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത് അഫ്കോഴ്സ് ഇത് തന്നെയാണ്. ഈ ക്യാരക്ടറാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത്. അശോക് രാജിനെ കാണിച്ചു തരത്തില്ല അച്ഛാ, ഇത്രയും പ്രശ്നത്തിൽ കൊണ്ട് ആ മനുഷ്യനെ ഇട്ടിട്ട് ഇപ്പൊ ഇരുന്ന് ചിരിക്കുക. ഓക്കെ, അതല്ലാതെ വേറെ ഏതൊക്കെ സിനിമകളാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് പടം തകരച്ചെണ്ടെന്ന് പറഞ്ഞ പടമായിരുന്നു. പിന്നെ അതിൽ നിന്ന് കഥ പറയുമ്പോൾ നേരെ സെക്കൻഡ് ഫിലിം തന്നെ കഥ പറയുമ്പോഴാണ്. ഓഡീഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, തകരച്ചെണ്ടെന്ന് പറഞ്ഞ ഇല്ല, ഒരു ജസ്റ്റ് ഇത് കഥ പറയുമ്പോൾ ആക്ച്വലി എനിക്ക് കഥ അറിയണ്ടായിരുന്നില്ല. ഇല്ല, ശ്രീനങ്ങള് വിളിച്ചു, അച്ഛനെയാണ് വിളിച്ചത്. പറഞ്ഞു ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരണം, ഒരു ഫിലിം ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ പോയി. നേരെ തിരുവനന്തപുരത്ത് എത്തി. നമ്മുടെ സജിൻ എന്ന് പറഞ്ഞ അങ്ങളാണ് നമ്മളെ പിക്ക് ചെയ്തത്. സൈനങ്ങൾ പറഞ്ഞു അവിടെ എത്തിയിട്ടാണ്, സൈനങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടാണ് പടത്തിൽ മമ്മൂക്കുണ്ട് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴും എനിക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലേക്ക് ഫസ്റ്റ് ഫോട്ടോഷൂട്ടായിരുന്നു. ആക്ച്വലി നമ്മൾ പടം ഇറങ്ങണേക്കാൾ മുന്നേ ഫിലിമിൽ ഇല്ലാത്തതായിട്ട് ഒരു ജസ്റ്റ് ഒരു നോട്ടീസ് പോലെ ഒരു ഇതിൽ അവിടെ വെച്ചാണ് ചേച്ചിമാരെയും ഒക്കെ കണ്ടിട്ടുള്ളത്. അവിടെ നിന്നാണ് ഫോട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷൂട്ട്. അപ്പോഴും കഥ എനിക്ക് അറിയില്ല. ഞാൻ ഒട്ടുമിക്ക ഞാൻ അഭിനയിച്ചാലൊന്നും എനിക്കറിയില്ല. എന്താ ചെയ്യേണ്ടത് ചെയ്യും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വേറെ ഏതൊക്കെ ഫിലിംസ്? ഞാൻ പിന്നെ അതിന്റെ തമിഴ് തെലുങ്ക് റീമേക്ക് തന്നെ. ഇതിന്റെ തമിഴിലും തെലുങ്കിലും റീമേക്ക് ഞാൻ ചേച്ചിമാരും. നിങ്ങൾ 3 പേർക്കും ചേഞ്ച് ഒന്നുമില്ല, നിങ്ങൾ അപ്പോ അതില് ശ്രീനങ്ങൾ തന്നെയാണ് ഞങ്ങൾ വിളിച്ചത്. ശ്രീനങ്ങൾ വിളിച്ചിട്ട് പറയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തമിഴും തെലുങ്കാണ് നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോഴും അതാരാന്ന് നമുക്കറിയില്ല. അവിടെ എത്തിയപ്പോഴാണ് രജനീകാന്ത് സാറാണെന്ന് അറിയുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോൾ വലിയൊരു ക്രൂ ആണ്. നമ്മളെ മലയാള ഇൻഡസ്ട്രീനെ മൊത്തത്തിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാണ് നമുക്ക്. രജനീകാന്ത് അങ്കിള്, പിന്നെ പശുപതി അങ്കിള്, ജഗപതി. തമിഴ് തെലുങ്കും ഒരേ സമയത്തായിരുന്നു. ആകെ കൂടി മാറ്റില്ലാത്തത് അത് തമിഴ് ഒരു
ഷോട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ആ ഷോട്ട് തന്നെ നമ്മൾ തെലുങ്കിലും എടുക്കും. അങ്ങനെ അടുത്ത് പോവായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി സാറിൻ്റെ ഒപ്പം ഒരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അതും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെയാണ് ഒക്കെ ആ ഒരു പ്രായത്തിലാണ്. പിന്നെ ചിത്രക്കുഴൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിൽഡ്രൻസിന് കുട്ടികളുടെ ബേസിൽ അതിൽ മെയിൻ റോൾ ഞാൻ ചെയ്തായിരുന്നു ആ സമയത്ത്. പിന്നെ മണിച്ചേട്ടൻ്റെ ചെറുപ്പമായിട്ട് ബ്ലാക്ക് സ്റ്റാലി എന്ന് പറഞ്ഞ ഫിലിം അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പശുപതി ഞങ്ങളുടെ മോനായിട്ട് അഭിനയിച്ചു. അതുകൂടാണ്ട് ചെറുപ്പമായിട്ട് നമ്പർ 66 മധുര ബസ് എന്ന് പറഞ്ഞൊരു ഫിലിമിൽ. എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്, കുറേ ഉണ്ടല്ലോ. പക്ഷെ എല്ലാവരും ഈ കഥ പറയുമ്പോൾ ഈ ഇപ്പം അമലിന്റെ മറ്റേ പേജസ് ഒക്കെ ട്രോൾസും കാര്യങ്ങളായിട്ട് വരുന്ന പേജസ് ഒക്കെ ഇതെല്ലാം കേൾക്കണം, എന്നിട്ട് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ എടുക്കണം. അപ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. റീച്ച് കയറണ്ടേ, ആൾക്കാരോട് എത്തട്ടെ. ഇപ്പൊ ശരിക്കും അഭിനയം ഇഷ്ടമുണ്ടോ? എനിക്കിഷ്ടമാണ്. കാര്യം ഞാനും ഫ്രണ്ട്സും എല്ലാ സിനിമകളും ഇറങ്ങണത് ഇങ്ങനെ കാണാൻ പോകുന്ന ആൾക്കാരാണ്. ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് കുറവില്ല. പക്ഷെ നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കോൺഫിഡൻസ് വേണമല്ലോ. അപ്പൊ ഈ നല്ല ഇനിയിപ്പോ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുവാണെങ്കിൽ വീണ്ടും സിനിമയിലേക്ക് വരാൻ ഭയങ്കര താല്പര്യമുണ്ട്. ഈ സിനിമയിലേക്ക് അപ്പൊ അങ്ങനെ ശ്രീനി അങ്കിൾ വിളിച്ചു, അങ്ങനെ വന്നു, നമ്മള് ചെയ്തു. ഇനി ബാക്കി എത്ര ഡേയ്സ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അതിന്റെയൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ? 15 ദിവസത്തോളം ഷെഡ്യൂൾ പോലെ ഇങ്ങനെ ഒറ്റ ഇതിലല്ലായിരുന്നു. നമുക്ക് ആ ടൈമിൽ ഇങ്ങനെ വിളിച്ച് വരില്ല, അങ്ങനെയായിരുന്നു. ഒറ്റയടിക്ക് 15 ദിവസമല്ല, ഒരു 5 ദിവസം. അതാണ് എൻ്റെ ഓർമ്മ. ഓർമ്മ തന്നെയാണ്. അന്നത്തെ എന്തെങ്കിലുമൊക്കെ മൊമെന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടോ ഇവരൊക്കെ ആയിട്ടുള്ളത്? ഞാനും ചേച്ചിമാരും കൂടി കഴിഞ്ഞാൽ ഫുൾ ജോലി പരിപാടിയാണ്. ആക്ച്വലി അന്ന് മമ്മൂക്കയ്ക്ക് ഒരു നമ്മളെ വീട്ടിലെ സീൻ വെക്കണ ആ സമയത്ത് മമ്മൂക്കയ്ക്ക് പോയിട്ട് തിരക്കുണ്ട്, വേറെ ഷൂട്ടുണ്ട്. അന്ന് ഞാൻ 5 ടേക്ക് റെഡിയാക്കണില്ല. അല്ല, അത് വരെ നിന്നിരുന്ന ഞങ്ങൾ കളി തമാശരെ ഇതിരുതാനും എൻ്റെ ഫേസിൽ നിന്നും പോണില്ല, മനസ്സിന്നും പോണില്ല. അതെ, ആ സീൻ നമുക്ക് വീട്ടിലേക്ക് വരുന്നത് എല്ലാവരും അതെ ഗ്ലിസറിൻ വെച്ചിട്ടും കാര്യം വരുന്നില്ല. എന്നിട്ട് അല്ല, ഫുൾ കോമഡി. മമ്മൂക്കൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ആക്ച്വലി മമ്മൂക്ക പറയും എനിക്ക് പോയിട്ട് പരിപാടി ഉണ്ട്, അങ്ങനത്തെ ഒരു തമാശ രീതിയിലാണെങ്കിൽ പോലും എല്ലാവരും സപ്പോർട്ടായിരുന്നു. മോഹനങ്ങളായാലും അതിൻ്റെ ഡയറക്ടറായാലും മോഹനങ്ങളും എല്ലാവരും, ആർട്ടിലെ ചേട്ടന്മാർ, നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെ, ഫുഡ്, എല്ലാവരുമായിട്ട് ഞങ്ങളിങ്ങനെ ഓടിച്ചായിട്ട് നടന്ന ആൾക്കാരാണ്. അപ്പൊ അന്ന് അങ്ങനെ കുറെ വട്ടം ഷോട്ട് തെറ്റിക്കുകയൊക്കെ ചെയ്തിട്ടില്ല. എന്നാലും ഒരു തമാശ രീതിയിലാണ്. ഇല്ല, വഴക്ക് പറയുന്ന സിറ്റുവേഷനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടുമില്ല. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റത്തെ 1-2 ദിവസം തന്നെ ഉണ്ടായിരുന്നുള്ള ടെൻഷൻ. പിന്നെ ശരിക്കും ഫസ്റ്റ് മമ്മൂക്കയെ കണ്ടപ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ടെൻഷനേ ഇല്ലായിരുന്നു. ആണോ? ടെൻഷനേ ഇല്ലായിരുന്നു. കാര്യം അപ്പോഴേക്കും കൂളായി എല്ലാവരും പരസ്പരം. ചേച്ചിമാരാണല്ലോ വരുമ്പോഴെന്നും കാണുന്നത് ഒരാൾക്കാർ, അങ്ങനത്തെ കാര്യത്തില്. മമ്മൂക്കയെ കാണുമ്പോൾ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. മമ്മൂക്കനെ ഫസ്റ്റ് കാണുന്നത് സ്കൂൾ സിറ്റുവേഷൻ്റെ എവിടെയെന്ന് തോന്നുന്നു, ആ ഷൂട്ടിൻ്റെ ഇതിലായിരുന്നു. മമ്മൂക്ക് സംസാരിക്കാനൊക്കെ അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ആൾ. മൂപ്പര് ആ സ്പീച്ച് പറയുന്ന പരിപാടിയില്ല ലാസ്റ്റ് സ്കൂളിൽ, അതൊക്കെ ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് കണ്ട് ഏറ്റവും രക്ഷയില്ല. ഇപ്പൊ എന്നിട്ട് മമ്മൂക്കയുടെ സിനിമയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എൻ്റെ ഞാനും കൂടെ അഭിനയിച്ച ആ ഒരു ഫീലല്ലേ? എനിക്ക് കുറേ നാൾക്ക് ശേഷമാണ് അത് അത്രയും വലിയ സംഭവമായിരുന്നു എനിക്ക് മനസ്സിലാവും. അന്ന് എനിക്ക് ഭയങ്കര ഈശ്വര ഇത് ഇങ്ങനെ മമ്മൂക്കായാലും രജനീകാന്തിലായാലും ഭയങ്കര സംഭവമായിരുന്നു. പിന്നെയാണ് ആ ഒരു റിയലൈസേഷൻ വരുന്നത്, അന്ന് ഞാൻ ചെയ്ത ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെയാണെന്നുള്ള ഒരു ഇത് വരുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. ഓക്കെ. പിന്നെ അതിന് ശേഷം വേറെ എവിടെയെങ്കിലും വെച്ച് പുറത്ത് വെച്ചിട്ടൊക്കെ മമ്മൂക്ക കണ്ടിട്ടുണ്ടോ? മമ്മൂക്കനെ കണ്ടിട്ടില്ല. ശ്രീനഗറിനെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. ശ്രീനഗർ തൃശ്ശൂർ വരുമ്പോഴൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ഓ ആണല്ലേ? ശ്രീനഗർ കാണാറുണ്ട്, ഞാൻ അച്ഛനും പോയിട്ടൊക്കെ കാണാറുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂ 2 കണ്ടിട്ട് വരാൻ വയ്യായിരുന്നു. അപ്പൊ ഇതായിരുന്നു അത്രയ്ക്കെത്തൂല നമ്മള്. എനിക്ക് ധ്യാൻ ചേട്ടനെ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. മറ്റേ കഥ പറയുമ്പോൾ 111 ദിവസം പിന്നെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ധ്യാൻ ചേട്ടൻ ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഫുഡിങ് സെക്ഷനിൽ ഇരിക്കുമ്പോൾ ധ്യാൻ ചേട്ടനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. വിനീതേട്ടനെ നമുക്ക് പാട്ട്, അന്നേ വിനീതേട്ടൻ പാട്ടൊക്കെ ഇതായിരുന്നല്ലോ. അപ്പോൾ എന്നിട്ട് ഒരാൾ വന്നിട്ട് പുറത്തായിട്ടിട്ട് നീ വിചാരിച്ച പോലെ അത്ര കറുത്തിട്ടൊന്നല്ലല്ലോടാ എന്നൊക്കെ അങ്ങനത്തെ ഒരു പറഞ്ഞു. അപ്പോൾ ഞാൻ
അപ്പൊ തൊട്ടപ്പുറത്ത് അമ്മയുണ്ട്, അമ്മ ചിരിക്കുന്നുണ്ട്, അമ്മയ്ക്ക് അറിയാമായിരിക്കും, എനിക്കതറിയില്ല, മനസ്സിലായില്ലേ? അപ്പോഴും ഞാനിങ്ങനെയാണ് ഇരിക്കുക. അതെ അതെ, പിന്നെയാണ് മനസ്സിലായത് ധ്യാൻ ചേട്ടനാണെന്നുള്ള കാര്യം. പിന്നെ ഞാൻ ധ്യാൻ ചേട്ടനെ ഞാൻ കണ്ടിട്ടില്ല, വിനീതേട്ടനെ കണ്ടിട്ടുണ്ട്, മറ്റേ പത്മശ്രീ ഭരത് സരോജകുമാറിൽ, അതിലും ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും ആയിരുന്നോ ഏറ്റവും ആഗ്രഹം ഇങ്ങനെ അമലിനെ സിനിമയിൽ കൊണ്ടുവരണം, അഭിനയിപ്പിക്കണം എന്നൊക്കെ ഉള്ളത്? ഫസ്റ്റ് പറഞ്ഞത് തകരച്ചണ്ടെന്ന് പറഞ്ഞു, പിന്നെ കഥ പറയുമ്പോഴും കൂടി കഴിഞ്ഞപ്പോൾ അച്ഛനമ്മയാണ് ഏറ്റവും കൂടുതൽ, അവർക്കും ഭയങ്കര സന്തോഷമായി. സന്തോഷം. അവരാണ് അച്ഛനാണ് ഓരോ കോളുകൾ വരുന്നത്, അച്ഛൻ്റെ റിംഗ് ടൂണൊക്കെ അവരുടേതായിരുന്നു. കഥ പറയുമ്പോഴുള്ള ട്യൂണുണ്ട്, മ്യൂസിക്. അപ്പോൾ അവരാണ് സംഭവം. അവരെന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ എൻക്വയറി വന്നിട്ടുണ്ട്. ഞാൻ ആ ടൈമിൽ കുറേ കാലം അങ്ങനെ പറഞ്ഞു പോയി. പിന്നെയാണ് ഇതിന് തമിഴും തെലുങ്കും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞല്ലോ, അപ്പം ഈ ലാംഗ്വേജ് ഒക്കെ ഭയങ്കര പാടല്ലായിരുന്നോ? അതെങ്ങനെയായിരുന്നു അപ്പൊ പഠിച്ചത്? തമിഴിലും മലയാളത്തിൽ എഴുതും, തമിഴ് മലയാളത്തിൽ എഴുതും. തെലുങ്കും എല്ലാം മലയാളത്തിൽ എഴുതും? തെലുങ്കില്ല, നമ്മൾ തമിഴ് തന്നെ പറഞ്ഞു. ഓ, തമിഴ് തന്നെയാ പറഞ്ഞു? തമിഴ് തന്നെ പറഞ്ഞു. അത് ഡബിങ് നമ്മളല്ലായിരുന്നു. ഓ, വേറെ. തമിഴ് തെലുങ്ക് ഡബിങ് നമ്മളല്ല, ബാക്കിയുള്ളതൊക്കെ നമ്മൾ തന്നെ, മലയാളമൊക്കെ നമ്മൾ തന്നെയായിരുന്നു. അപ്പം മലയാളത്തിൽ എഴുതി അങ്ങനെ പഠിച്ച് ചേച്ചിമാരെഴുതും. ഓ, ഷഫ്ര ചേച്ചിയൊക്കെ ചേച്ചിമാരും അല്ലെങ്കിൽ അവരുടെ ഫാമിലി അച്ഛനമ്മമാരൊക്കെ ഉണ്ടാവും, അവരെഴുതും. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് പഠിക്കും ചെയ്യും. ഏറ്റവും പാടെന്താ? ലൈക്ക് ഇങ്ങനെ ഡയലോഗ് പഠിക്കുന്നതാണോ, അഭിനയിക്കുന്ന, എന്താ പാടെന്താ? ഡബിങ് ആണോ പാട്? എനിക്ക് തൃശ്ശൂർ സ്ലാങ് പെട്ടെന്ന് വരും, നന്നായിട്ട് വരും. ഓക്കെ. അപ്പം അല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ കുറച്ച് പാടാണ്. ബാക്കിയെല്ലാം ഓക്കെയാണ്? ബാക്കിയെല്ലാം ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറയണ പോലെ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അവർ പറഞ്ഞ കൃത്യം അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഡയലോഗൊക്കെ കാണാപ്പാടാക്കി പഠിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ആക്ച്വലി സൈഡിൽ നിന്ന് സപ്പോർട്ട് നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് തരുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആ പഠിക്കണ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാവരുമായിട്ട് ഫൺ തന്നെയായിരുന്നു. രജനികാന്ത് സാറിനെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും ഒരേപോലെ. നമ്മൾ സത്യം പറയാന്ന് വെച്ചാൽ മീനാച്ചിക്ക് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മളെ പിള്ളേർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അറിയില്ലായിരുന്നില്ല. സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നപ്പോൾ റെയ്നി സാറിന് പറഞ്ഞത് ഒരിതുണ്ട്, വാസുവങ്ങളുണ്ടായിരുന്നു ഡയറക്ടർ, ഒരു സർപ്രൈസ് തരാനുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞങ്ങൾ 3 പേര് അവിടെ വെച്ചാണ് കാണുന്നത്. ആക്ച്വലി ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഫിലിം സിറ്റിയിലായിരുന്നു, ഹൈദരാബാദായിരുന്നു, പൊള്ളാച്ചിയും ഹൈദരാബാദിൽ തന്നെയായിരുന്നു ഷൂട്ടിങ്. അവിടെ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി കറങ്ങാൻ പോയിട്ടുണ്ട്. കറങ്ങാനൊക്കെ പോയി? ആര്? മീൻ ചേച്ചിയും നിങ്ങൾ 3 പേരും കൂടെ കറങ്ങാനായിട്ട്? ജഗതി ഗോകുലം തോന്നുന്നു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോരണ പശുപതി ഞങ്ങൾ ഷർട്ട്, പാർക്കർ പെൻ, അങ്ങനത്തെ അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. ആ ടൈമൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? സത്യം. അത് ആ ഒരു ഫിലിമും കാര്യങ്ങളും ലൊക്കേഷൻ ഷൂട്ട്, നമ്മളൊരു ഫിലിമിൽ അഭിനയിക്കാൻ പോകാന്നൊരു ഫീൽ അന്ന് ഇല്ല. സത്യം പറയാൻ വെച്ചാൽ അടിച്ചു. പിന്നെ അവിടുത്തെ ഫുഡാണ് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നത്. ടേസ്റ്റ് വേറെയാണ്, പക്ഷെ അത് നമ്മൾ പറഞ്ഞതിന് ശേഷം നമുക്ക് മാത്രം സ്പെഷ്യലായിട്ട് മാറ്റി തരുമൊക്കെ ചെയ്തു. ഓക്കെ. ഈ ഒരേ സിനിമയുടെ തന്നെ ലൈക്ക് 2 വേറെ മൾട്ടിപ്പിൾ ലാംഗ്വേജ് അഭിനയിക്കുമ്പോൾ വരുന്ന ഒരു ഡിഫിക്കൽട്ടി എന്താ ശരിക്കും? ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലാംഗ്വേജ് തന്നെയാണ്. നമുക്ക് പിന്നെ പറയുമ്പോൾ ചിലപ്പോൾ തെലുങ്ക് ആക്ടേഴ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 4 പേരും അവിടെ തന്നെ ഉണ്ട്. മാറിയാലും ഒരേ സീൻ തന്നെ അപ്പം എടുക്കുന്നത്. തമിഴിൽ ഇപ്പോൾ ഈ സീൻ എടുത്ത ആ സീൻ തന്നെ ആകെ കൂടി നമുക്ക് ഇത്തിരി സ്ട്രഗിൾ ചെയ്തത് ലാംഗ്വേജിൻ്റെ ഉള്ളൂ. ഇപ്പോഴേ ഈ സിനിമയൊക്കെ ടി വിയിലൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാ വീട്ടിലിരുന്ന് കാണാറൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ എന്താ തോന്നാറ്? കാണൂല? ചേടാ, ഇതിപ്പോ എന്താ വെച്ചാലും നാണോ ചമ്മലും ഒക്കെ ആണല്ലോ ആൾക്ക്. അല്ല, കാണാറില്ല എന്നല്ല, നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വീട്ടുകാർ കാണാറുണ്ട് കേട്ടോ, കാണും. പിന്നെ നൈസായിട്ട് ഞാൻ മാർക്കും, അത് വെക്കുമ്പോഴേ ഞാൻ എണീറ്റങ്ങ് പോകും. അതെ, നൈസായിട്ട്. ശരിടാ, സാധാരണ മറ്റേ അഭിമാനത്തോടെ പോയിരുന്ന് കാണണ്ട. ഞാൻ അഭിനയിച്ച സിനിമ അതൊന്നും ഇല്ല. അഭിമാനമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കുന്നത് എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്ത ടൈപ്പ് അഭിമാനം ഒന്നും എൻ്റെ അഭിമാനം. ശരിക്കും എനിക്കൊന്ന് തോന്നാ, കഥ പറയുമ്പോൾ സിനിമ തന്നെ ഇത്രയും പ്രശ്നങ്ങളിലൊക്കെ എത്തിക്കുന്ന ക്യാരക്ടേഴ്സ് നിങ്ങളുടെ 3 പേരുടെയാണ്. അതെ. അശോക് രാജിനെ കാണാതെ വീട്ടിൽ പോകില്ല എന്ന് പറഞ്ഞുണ്ടാക്കിയ പ്രശ്നങ്ങളുടെ പുറത്താണ് ആ പാവപ്പെട്ട മനുഷ്യൻ, എന്നിട്ട് ശ്രീനേങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ മനുഷ്യൻ ഇത്രയും ബുദ്ധിമുട്ടിച്ചത്. അതങ്ങനെ ബുദ്ധിമുട്ടിച്ചില്ലെങ്കിൽ ശ്രീനേങ്ങളെ ചെയ്ത് കേൾക്കില്ലേ? ശരിയാ, ഇല്ലെങ്കിൽ ശ്രീനേങ്ങൾ നമുക്ക് കണ്ടുമുട്ടത്തില്ലല്ലോ എന്ന്. നിങ്ങൾ കാരണം കണ്ടുമുട്ടിയല്ലോ. അതാണ് ഞാൻ കമന്റ് കണ്ടത്, അശോക് രാജിനെ കാണണമെന്ന് പറഞ്ഞ ഡയലോഗ്സ് വരെ കറക്റ്റ്
എനിക്ക് അശോരാനെ തൊടണം എന്നുള്ളൊരു സാധനം ഉണ്ട്, ഉണ്ട്. ആളെ തൊടണം. ആ വരെ കമന്റ് അതിലുണ്ട്. ശരിക്കും മമ്മൂക്കയെ തൊട്ടോ? പക്ഷെ അല്ലാതെ മുന്നേ പിന്നെ ഒരു മിനിറ്റ്, പിന്നെ സത്യം ആ സീനിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട്, ചേച്ചിമാരെ ചേർത്തേക്കും. ഞാൻ നൈസായിട്ട് പോയിട്ട് ഞാൻ മുട്ടി നിൽക്കാൻ ചെയ്യണേ. ശരിയാ, സത്യത്തില് എന്റെ മക്കൾ. അതെ. അങ്ങനെ പിന്നെന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇപ്പൊ ഈ റീല് വൈറലായതിനു ശേഷം? അങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ? ഇല്ല, ഇപ്പൊ മറ്റേ ഇന്റർവ്യൂസിന്റെ തന്നെ അല്ലാണ്ട് മെസ്സേജസ് ഇങ്ങനെ അത് വരുന്നുണ്ടല്ലേ, അല്ലാതെ ഒരു അഭിനയം ഷോർട്ട് ഫിലിംസ് അങ്ങനെ ഒന്നും വരുന്നിട്ടില്ല. ഇങ്ങനെ ഓരോ ഇങ്ങനെ റിപ്ലൈ ഇങ്ങനെ കൊടുത്തോണ്ട് അങ്ങനെ വെച്ച് പറയുമ്പോൾ വലിയ ഇതൊന്നുമില്ല. പക്ഷെ വരുന്നതിനൊക്കെ, പക്ഷെ ഞങ്ങൾക്ക് വർക്കിന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഫോൺ എടുക്കുക, റീല് കാണാം, അപ്പുറത്ത് മെസ്സേജസ് വരുന്നുണ്ടായിരിക്കും. പക്ഷെ അതിന് നമ്മൾ വേറെ ദിവസം കണ്ടു. ആ റീല് ശരിക്കും എടുത്ത സൂപ്പർ മാർക്കറ്റ് ഇപ്പം അതെന്താ ഒരു വർക്കിനിടയിലുള്ള ബ്രേക്ക് ടൈമിൽ എടുത്ത വീഡിയോ ആണ്. എടുക്കുമ്പോൾ അശ്വിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ കൊല്ലും, സത്യം പറയാം. അങ്ങനെ വന്നതാണ്. എടുക്കുമ്പോൾ ഈ വീഡിയോ ഇങ്ങനെ അവർ പ്ലേ ചെയ്ത് ഇതാണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആസ് യൂഷ്വൽ തന്നെയുള്ള സംഭവം. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു അത് ഇട്ടത്. ഇടുന്നതിന് മുന്നേ ബ്ലസ്സിൻ്റെ അടുത്ത് എത്ര റീച്ച് ആയ വീഡിയോക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ? 1.5 മില്യൺ. ഏടാ അടിപൊളി. ഒരു റീല് കാരണം പിന്നെ ആൾക്കാർ തിരിച്ചറിയുന്നു, അക്സെപ്റ്റൻസ് വരുന്നു, പിന്നെ നമ്മൾ ഫീൽഡിലൊക്കെ കയറാനുള്ളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആവുന്നു. എന്തൊക്കെയല്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയ കാരണം ഒരുപാട് ഗുണങ്ങളും ഉണ്ടാവുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും നല്ല കാര്യം, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും കിട്ടട്ടെ. ബ്രേക്ക് ആയി പോയി നമുക്ക് പല ഫ്രണ്ട്സും കോണ്ടാക്ട് ഇല്ലാണ്ടായിരുന്നു, അവരെയൊക്കെ തീർച്ചയായിട്ടും. ഈ പബ്ലിക് റെസ്പോൺസ് എങ്ങനെയുണ്ട്? പുറത്ത് പോകുമ്പോൾ ഇതിന് ശേഷം ആരെങ്കിലും ഒക്കെ തിരിച്ചറിഞ്ഞ് സംസാരിക്കുന്നുണ്ടോ? അതിനുശേഷം ഉണ്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയുള്ളത്? വർക്കിന്റെ ഇതിൽ തന്നെയാണ്. ഞാൻ ഷെയർ ട്രാൻസ്ഫറിന്റെ കാര്യത്തിനായിട്ടൊരു ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ പോയി ഞാൻ എൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ തിരിച്ച് നമ്മുടെ ഓഫീസിലെത്തിയപ്പോൾ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചേച്ചിയുണ്ട്. ചേച്ചി പറഞ്ഞു, നിന്നെ ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതാരാ? അമൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജ് കാണിച്ചു തരാറ്. ഇവര് ഓൾറെഡി സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, റീലും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആൾക്കാർ തിരിച്ചറിയാനൊക്കെ തുടങ്ങി. അതും ഭയങ്കര സന്തോഷമല്ലേ? സെൽഫി ഒക്കെ എടുക്കാൻ വരാറുണ്ടോ? പണ്ട് കുഞ്ഞായിരുന്നപ്പോ വന്നിട്ടുണ്ട്. ഇപ്പോഴും വരട്ടെ, ഇനിയും കയറി വരട്ടെ. പിന്നെ ബാക്കി അപ്പം നമ്മൾ ഇതുപോലെ തന്നെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. സിനിമകൾ വരുവാണെങ്കിൽ നമ്മൾ ചെയ്യും, അത് സക്സസ്ഫുൾ ആവട്ടെ. എന്തായാലും താങ്ക് യു അമൽ, നമുക്ക് ജോയിൻ ചെയ്തതിനും. പെട്ടെന്നാണെങ്കിൽ ഞാൻ വിളിച്ചു, പെട്ടെന്ന് തന്നെ എനിക്ക് റിപ്ലൈ ഒക്കെ തന്നു, ഇൻ്റർവ്യൂവിന് വന്നു. നമുക്ക് അവസാനം എൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിനകത്ത് ആ പറഞ്ഞ ഡയലോഗ് നമുക്ക് വേണ്ടി പറയുമോ? ഓർമ്മയുള്ള ഡയലോഗ് വേണമെങ്കിൽ തമിഴും പറഞ്ഞോ മലയാളവും പറഞ്ഞോ. തമിഴ് ഓർമ്മയില്ല, മലയാളം എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഞാൻ മാത്രം തമ്മിൽ കറുപ്പായി പോയെന്ന് ചോദിക്കുന്ന റോൾ ഇത് അതാണ് ആക്ച്വലി. സത്യത്തില് ഞാനത് ഏതോ ഒരു ഞാൻ ആക്ഷൻ പറയാം, അപ്പൊ പറഞ്ഞു അമ്മരാ ഞാൻ തന്നെ. ഇവിടെ വേറെ അമ്മയില്ല, അമ്മയും ചേച്ചിമാരും ഒക്കെ. ക്യാമറമാൻ ആക്ഷൻ പറ. ഞാൻ മാത്രം തമ്മിൽ കറുപ്പായി പോയത്. അയ്യോടാ ഭയങ്കര സത്യം കേട്ടോ. കമന്റ് കാണുന്നത് അന്നത്തെ അതേ ഒരു നിഷ്കളങ്കമായ ആണ് ഇപ്പോഴും. ഈ നിഷ്കളങ്കത്വം എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായി മാറാറുണ്ടോ അമലെ? ഇല്ല, ആൾക്കാർ ഭയങ്കര ഇന്നസെന്റ് ആന്ന് പറഞ്ഞ് അവനൊരു പാവല്ലേ സംഭവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറയാറുണ്ട്. ആ ഇമേജ് അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ആള്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഒരു ഇതില്. ചേട്ടൻ എന്തെങ്കിലും ഇതുപോലത്തെ തകർച്ചെന്ന് പറഞ്ഞ ഫിലിമില് ചേട്ടനാണ് മെയിൻ റോള്. ആണോ? അപ്പൊ ചേട്ടനും ഉണ്ട് ഇതിലൊക്കെ എല്ലാത്തിലും. ശരി, ആദ്യം പറഞ്ഞല്ലോ ചേട്ടനും കൂട്ടുകാരൊക്കെ അഭിനയിച്ചു. പിന്നെ സരോജ് കുമാറിൽ ഞാനും ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പിന്നെ എന്ത്, ചേട്ടനും കണ്ടിന്യൂ ചെയ്ത് പോയില്ലല്ലേ ബാക്കി ഫിലിംസില്? ചേട്ടൻ പിന്നെ ഒരു വേറെ ട്രാക്ക്. ഇപ്പൊ ആളെന്താ ചെയ്യുന്നത്? ചേട്ടൻ വർക്ക് ചെയ്യാണ്, ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യാണ്. ഓക്കെ ഓക്കെ. അപ്പൊ രണ്ടുപേർക്കും ഇനി ഫ്യൂച്ചറിൽ സിനിമയിലൊക്കെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. എന്തായാലും അമലിന്റെ ഒരു ഇന്നസെൻസ് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. രസമുണ്ട്, കൊള്ളാം. സംസാരിക്കുമ്പോ ഞാനും ഇങ്ങനെ ആ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ കമന്റിൽ കൂട്ടുകാരൻ വരും, ഇവനാണോ നിഷ്കളങ്കൻ, നിനക്ക് ഒരു സ്വഭാവം അറിയാൻ പറ്റില്ല, നീ നാട്ടിലേക്ക് വാ. അത് ഫോൺ വഴിക്കാൻ കിട്ടില്ലേ? അല്ലല്ല, ഈ വരുന്നതായിരിക്കും. ഞാൻ ഈ പറയുന്ന ഡയലോഗ് കട്ട് ചെയ്തിട്ട് അമലിൽ ഏതെങ്കിലും ഒരു കുരുത്തക്കേടും കാര്യങ്ങളും കൂടെ വെച്ച് അത് പുതിയ റീലിറക്കും. അപ്പൊ നമ്മൾ വീണ്ടും വൈറലാകും. അതെ, അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടല്ലേ? അതെ, പുറകിൽ നിന്ന് കൂട്ടുകാരും നോക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും അമലെ, താങ്ക് യു ഫോർ ജോയിനിങ്. എന്തായാലും നല്ലൊരു നിലയിൽ എത്തട്ടെ, നല്ല നല്ല സിനിമകളൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ കയറി വരട്ടെ.
താങ്ക് യു സോ മച്ച്. താങ്ക് യു.